കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്വാധീന മേഖലയായ തീരദേശ വാർഡുകൾ വാർഡ് വിഭജനത്തിലൂടെ പടിപടിയായി വെട്ടിക്കുറച്ചു. 6 കോർപ്പറേഷൻ വാർഡുകൾ ഉണ്ടായിരുന്ന കുറ്റിച്ചിറ മുഖദാർ മേഖലയിൽ ഇപ്പോൾ വെറും 2 വാർഡുകൾ മാത്രമാണുള്ളത്. കോർപ്പറേഷനിൽ UDF അംഗങ്ങളെ കുറക്കാൻ ഭരണ സ്വാധീനം ഉപയോഗിച്ച് CPM നടത്തിയ നീക്കമാണിതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. തെക്കേപ്പുറം എന്നറിയപ്പെടുന്ന കുറ്റിച്ചിറ മുഖദാർ മേഖലയിൽ 2010 വരെ 6 കോർപ്പറേഷൻ വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 2 വാർഡ് വിഭജനം കഴിഞ്ഞതോടെ ഈ മേഖലയിലെ വാർഡുകളുടെ എണ്ണം 2 ചുരുങ്ങി. കുറ്റിച്ചിറ, ചെമ്മങ്ങാട്, ചാപ്പയിൽ, മുഖദാർ, പള്ളിക്കണ്ടി, കുണ്ടുങ്ങൽ എന്നിവയായിരുന്നു 2010 വരെ തെക്കേപ്പുറത്തുണ്ടായിരുന്ന വാർഡുകൾ. ഭൂരിഭാഗവും UDF നിലനിർത്തുന്ന വാർഡുകൾ. 2010 വാർഡ് വിഭജനത്തിൽ ഈ പ്രദേശത്തെ 4 വാർഡുകളിലേക്ക് ചുരുക്കി. കുറ്റിച്ചിറ, മുഖദാർ, വലിയങ്ങാടി വാർഡുകൾ കൂടാതെ ചില ഭാഗങ്ങൾ ചാലപ്പുറം വാർഡിലും ഉൾപ്പെടുത്തി. ഇത്തവണത്തെ പുനഃസംഘടന കൂടി കഴിഞ്ഞതോടെ ഈ പ്രദേശത്തെ വാർഡുകൾ കുറ്റിച്ചിറയും മുഖദാറും മാത്രമായി മാറി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലൂടെ കോർപ്പറേഷനിലെ ഏറ്റവും ജനസംഖ്യയുള്ള വാർഡുകളായി ഇവ മാറി. മുഖദാറിൽ 10,000-ലധികവും കുറ്റിച്ചിറയിൽ 10,000-ഓളവും വോട്ടർമാരുണ്ട്. 3,000-ൽ താഴെ വോട്ടർമാരുള്ള വാർഡുകളുള്ള കോർപ്പറേഷനിലാണ് ഇതെന്നതും ശ്രദ്ധേയമാണ്. വാർഡുകൾ ഇല്ലാതാക്കി കോർപ്പറേഷനിലെ UDF പ്രാതിനിധ്യം കുറയ്ക്കാനാണ് CPM ശ്രമിച്ചതെന്ന വിമർശനം ശക്തമാണ്. ഇത് ബോധപൂർവം ആ പ്രദേശത്തെ അവഗണിക്കാനുള്ള ഒരു ഭരണകൂടത്തിന്റെ നിഗൂഢമായ താല്പര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാർഡ് വലുതായതോടെ വികസന പ്രവർത്തനങ്ങളടക്കം മേഖലയ്ക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെയായി. പ്ലാൻ ഫണ്ടും അതുപോലുള്ള മറ്റു ഫണ്ടുകളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ വാർഡുകളുടെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെടുന്നത്. അത് ഇങ്ങനെ 2 ചുരുങ്ങുമ്പോൾ വലിയ പ്രയാസം ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വാർഡുകൾ വിഭജിക്കുന്നതെന്ന് കോർപ്പറേഷൻ അധികൃതർ വിശദീകരിക്കുന്നു. ഭാവി വാർഡ് വിഭജനത്തിലെങ്കിലും പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ ഇടപെടൽ വേണമെന്നാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.